ഡ്രാഗൺ ഫ്രൂട്ടിലെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചും അതിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വ്യത്യസ്തമായ ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൽ എത്ര ഇനങ്ങൾ, പ്രധാനമായും 3 തരമാണ്. അത് അതിന്റെ നിറത്തെ ആശ്രയിച്ചിരിക്കും, അതുപോലെ തന്നെ അതിന്റെ രുചിയൊക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഇത് ഒരു ഇനം. ഇതിന്റെ പുറംഭാഗത്ത് പിങ്ക് കളറാണ്, അതുപോലെ തന്നെ ഇതിന്റെ ഉൾഭാഗവും ഇതുപോലെ പിങ്ക് കളറുള്ളതാണ് ഒരു ഇനം. മറ്റൊരു ഇനം വരുന്നത് ഇതിന്റെ ഉൾഭാഗം ചുവപ്പ് കളർ, പുറത്തും ഏകദേശം ഒരു ചുവന്ന കളറായിട്ട് വരുന്നു, പിന്നെ ഉള്ളും ചുവപ്പ് കളറായിട്ടുള്ളതാണ് മറ്റൊരു ഇനം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഇനം എന്ന് പറഞ്ഞാൽ പുറംഭാഗം മഞ്ഞത്തോട്, ഉൾഭാഗം വെള്ളയായിരിക്കും. അപ്പൊ ഇതിന്റെ രുചികളൊക്കെ വ്യത്യസ്ത രുചികളാണ്. ഇത് നല്ല, ഈ പിങ്ക് കളറുള്ളത് നല്ല മധുരമുള്ള ഒരു ഇനമാണ്. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതിൽ നല്ല നാരുകളടങ്ങിയ ഒരു ഫ്രൂട്ട്സ് ആണ്. ഇതിന് ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താൻ വളരെ ഉപകാരപ്രദമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കുരുവിൽ നല്ല ആന്റി ഓക്സിഡന്റുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാൻ, ഇതിന്റെ മധുരം കൊണ്ടെങ്കിലും പ്രമേഹ രോഗത്തെ, പഞ്ചസാരയെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന, ഒരുപാട് കഴിക്കാം എന്നല്ല, നിശ്ചിത അളവിൽ പ്രമേഹ രോഗികൾക്കും ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വിറ്റാമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ ചർമ്മരോഗങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. നമ്മുടെ തൊലിക്ക് നല്ല നിറം, നല്ല ഗ്ലേസിംഗ് നൽകും. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പഴമാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതിന്റെ പരിപാലനത്തിൽ ഒരുപാട് ചെലവുകൾ കുറഞ്ഞ, എന്നാൽ ആരോഗ്യകരമായ ഒരുപാട് ഗുണങ്ങളുള്ള ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു തൈ നിങ്ങൾ വീട്ടിലൊക്കെ നട്ടുപിടിപ്പിക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ടെറസിന്റെ മുകളിലോ, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം, അത് ശ്രദ്ധിക്കണം. ടെറസിന്റെ മുകളിൽ ചെറിയൊരു ബക്കറ്റിലൊക്കെ ആയിട്ട് നമുക്ക് നട്ടുപിടിപ്പിച്ചാൽ, ഒരു തൈ നട്ടാൽ നട്ട് 1 വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ മുകളിൽ കായ കിട്ടാൻ തുടങ്ങും. നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കി കഴിക്കാം. 2 കായ പറിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം 1 കിലോ വരെ കിട്ടും. 2 കായ 3 കായൊക്കെ ആകുമ്പോഴത്തേക്ക് 1 കിലോ കിട്ടും. അപ്പോൾ നമുക്കൊരു 150, 200, 250 രൂപയൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു കായ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോൾ പൊട്ടി കയറിയിട്ടുണ്ട്. ഏകദേശം ഒരു നിറം വരുമ്പോൾ തന്നെ നമ്മളത് പറിച്ചെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ പൊട്ടി കയറിയിട്ട് നാശമാവും. ഒരുപാടൊക്കെ ഉണ്ട്, നമ്മൾ വിൽക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു കളർ വരുമ്പോഴത്തേക്ക്, ഈ ഒരു നിറം വരുമ്പോഴത്തേക്ക് നമ്മൾ പറിച്ചു വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ചെടിയുടെ മുകളിൽ നിന്ന് തന്നെ ഇത് പൊട്ടി കയറിയും നമുക്കിത് കൊടുക്കാൻ പറ്റാതെ വരികയും ചെയ്യും. നമ്മളിത് കടയിൽ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് നാശമാവും. അപ്പോൾ എല്ലാവരും ഒരു തൈ നിങ്ങളുടെ വീട്ടിൽ ഒരു ബക്കറ്റിൽ വാങ്ങി നട്ട് വളർത്തുക. ഒരു പരിചരണത്തിന്റെ ആവശ്യമില്ല. പരിചരിച്ചാൽ അതിന്റെ ഫലം ഉണ്ടാവും. പരിചരിച്ചിട്ടില്ലെങ്കിലും ഇതുപോലെ നമുക്ക് വർഷത്തിൽ 15-20 കായ വരെ നമുക്ക് കിട്ടും.